നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. അമേരിക്കയുടെ എയർക്രാഫ്റ്റ് കാരിയറിനെ ഇറാൻ നശിപ്പിച്ചിരിക്കുകയാണ്. ഇറാന്റെ മീഡിയ മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഫൂട്ടേജ്, മാധ്യമ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ അത് കാണിച്ചിരിക്കുകയാണ്. അതായത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായി അമേരിക്കയുടെ അത്യാധുനിക സംവിധാനങ്ങളെ നശിപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, അമേരിക്കയ്ക്ക് വെല്ലുവിളി ഉയർത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ചെറിയ കാര്യമല്ല. പ്രത്യേകിച്ചും വീഡിയോയ്ക്കകത്ത് തന്നെ മിസൈലുകൾ ഇറാന്റെ കോസ്റ്റ് ലൈനിലോട്ട് ആക്രമിക്കാൻ വേണ്ടി എത്തുമ്പോൾ അതിനെതിരെയുള്ള ശക്തമായ പ്രതിരോധം തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് 1,00,000 ടൺ ന്യൂക്ലിയർ പവേർഡ് കാരിയർ ആയിട്ടുള്ള US നേവിയുടെ ഏറ്റവും വലിയ പടക്കപ്പലിനെ ഇറാൻ തകർക്കണമെങ്കിൽ ഇറാന്റെ കെൽപ്പ് എത്രമാത്രം വലുതാണെന്നൊന്ന് ആലോചിക്കണം. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ഇതിനോടകം തന്നെ പറഞ്ഞിരിക്കുന്നത് ഹോർമൂസ് കടലിടുക്കിൽ ഒരു കാരിയർ, അതായത് വാഹിനിയുമായി വന്നിരിക്കുന്ന ശക്തമായ ആക്രമണത്തിന് ഇറാനെ തകർക്കും എന്ന ഉദ്ദേശ ലക്ഷ്യത്തോട് വന്ന USS എബ്രഹാം ലിങ്കണെ തകർത്ത് വിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ദിവസങ്ങൾക്ക് മുമ്പാണ് ഇറാന്റെ കപ്പൽ ആക്രമിച്ചുകൊണ്ട് മുക്കിത്താഴ്ത്താൻ US ശ്രമിച്ചത്. സബ്മറൈൻ ഉപയോഗിച്ചുകൊണ്ടുള്ള നീക്കമായിരുന്നു. അതായത് ഇതുമായി ബന്ധപ്പെട്ട പ്രൂഫ്, ഔദ്യോഗികമായിട്ടുള്ള വീഡിയോ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിലൊന്നും ലഭ്യമല്ല. എന്നാൽ അവകാശവാദം ഉന്നയിക്കുന്നു. ട്രംപ് ആണെങ്കിൽ ഇതിനെക്കുറിച്ച് മൗനവ്രതത്തിലാണ്. അതായത് മറുപടി ഒന്നും പറയുന്നില്ല. അമേരിക്ക ഇതിനെ നിരസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അമേരിക്കയ്ക്ക് നാശനഷ്ടമുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഇസ്രയേലിനെയും അമേരിക്കയെയും ഇറാന് തിരിച്ചടിക്കാൻ കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഇറാന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, യുദ്ധം അനന്തമായി നീണ്ടുപോയാൽ കൃത്യമായ നഷ്ടങ്ങൾ US-നും ഇസ്രയേലിനും ഉണ്ടാകും. US ഒരിക്കലും ഇറാനെ തകർത്തുകൊണ്ട് വലിയ വിജയം നേടിയെടുക്കാൻ കഴിയില്ലെന്ന് അവർക്കറിയാം. അവർ ഏതെങ്കിലും രീതിയിൽ ഇറാനെ പരിപൂർണമായി ഇല്ലാതാക്കും എന്ന് പറഞ്ഞാൽ ഇറാൻ US-നെ ഭാഗികമായെങ്കിലും തകർത്തിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം അത്രയേറെ സന്നാഹത്തോടെ തന്നെയാണ് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സും നേവിയും ഇറാന്റെ ആർമിയും എയർഫോഴ്സും ശക്തമായി ക്രോഡീകരിച്ചുകൊണ്ട്, അതിനെ ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഖമനേയി കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇറാനിൽ റെജീം ചേഞ്ച് ഉണ്ടാകില്ല, അത് സമ്മതിക്കുകയില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇസ്രയേൽ വിചാരിച്ചത് ഇറാന്റെ തലവനെ തട്ടുന്നതോടുകൂടി, അമേരിക്കൻ സഹായത്തോടുകൂടി ഇറാനിൽ ഭരണമാറ്റമുണ്ടാക്കാം, ഇറാനിലെ വലിയ തോതിലുള്ള എണ്ണപ്പാടങ്ങളും ഇറാനിലെ യുറേനിയമെല്ലാം അടിച്ചു മാറ്റാം. ഒന്നും നടക്കില്ല. ഒക്കെ വെറും പകൽക്കിനാവായി മാറുകയാണ്. ഇറാന്റെ പ്രതിരോധം അത്രയും മികച്ചതാണ്. USS എബ്രഹാം ലിങ്കൺ എന്ന അവരുടെ ഏറ്റവും അത്യാധുനിക സംവിധാനമുള്ള എയർക്രാഫ്റ്റ് കാരിയർ അവരെ തകർക്കണമെങ്കിൽ അവർക്കുണ്ടാകുന്ന നഷ്ടം എത്രത്തോളം ഭയാനകമാണ്.